ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സഭാപ്രസംഗി 1. യെരുസലേമിലെ രാജാവായ ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഹാ മായ മായ എന്നു സഭാപ്രസംഗി പറയുന്നു. ഹാ മായ മായ, സകലവും മായ അത്രേ. സൂര്യൻ കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നവും മനുഷ്യന് എന്തു ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദാവീദിന്റെ മകൻ സലോമോൻ രാജാവ് പറയാണ്, സൂര്യന് കീഴിലുള്ളതെല്ലാം മായത്രേ. ഹല്ലേലൂയാ. സ്തോത്രം. ഒരു തലമുറ പോണു, മറ്റൊരു തലമുറ വരുന്നു. ഹല്ലേലൂയ. ഭൂമി എന്നേക്കും നിൽക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ 1000 വർഷ ഭരണം ഇതേ ഈ ഭൂമിയിലാണ് മക്കളെ. ഹല്ലേലൂയ. ഈ ഭൂമിയിലാണ് നമ്മുടെ കർത്താവിൻ്റെ 1000 വർഷം ഭരണം ഉണ്ടാകാൻ പോണ ഈ ഭൂമി തന്നെയാണ്. അതിൻ്റെ ശേഷമാണ് ഈ ഭൂമിയെ ദൈവം മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം സലോമോനിനെ അപാരമായിട്ടുള്ള ജ്ഞാനത്തെ കൊടുത്തു ഇസ്രായേൽ മക്കളിനെ ഭരിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ ചെറുപ്പക്കാരനായിരിക്കുന്നു, ദൈവമേ എനിക്ക് ജ്ഞാനം തരണമേ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവ ജ്ഞാനത്തോടുകൂടെ സകല സമ്പത്തും ഐശ്വര്യവും അവനക്ക് ദൈവം നൽകി. ഹല്ലേലൂയ. സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ കുറേ ഭാര്യമാരനെ കല്യാണം കഴിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുറേ ഭാര്യമാരുകൾ അന്യജാതി പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അവൻ വഴിതെറ്റിപ്പോയി. ഹല്ലേലൂയ. അത്ര വലിയ ജ്ഞാനിയായിരുന്ന ഒരു മനുഷ്യനെ പിശാസ് വഴിതെറ്റിച്ച് കളഞ്ഞത് മക്കളെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിശാസ് ആരെ വിഴുങ്ങാന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മൾ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. അവൻ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും, നമ്മുടെ ജോലി സ്ഥലത്തിൽ പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ റോട്ടിൽ നടന്നു പോകുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പലരുടെ മേലെ കയറി അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമ്മളെ പരിചയമില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ നമ്മൾക്ക് അവൻ്റെ പരിചയം ഉണ്ടാവില്ല, പക്ഷെ അവർ നമ്മളെ കണ്ട് ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കാൻ വരും, അടിപിടി ഉണ്ടാക്കാൻ വരും. ഇതെല്ലാം സാത്താൻ ചെയ്യുന്ന പണിയാണ്. ഈ ഭൂമിയിൽ ഈ സാത്താൻ ശക്തമായിട്ട് ഈ അന്ത്യകാലത്തിൽ അവൻ പുറത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മനുഷ്യനതാരും തിരിച്ചറിയില്ല ദൈവമക്കളെ. അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ആത്മാക്കളെ നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ഹല്ലേലൂയ. നമ്മൾ ബോധമില്ലാണ്ടിരിക്കരുത്, ബുദ്ധി ബോധമുള്ളവരായ ദൈവമക്കളെ നമ്മൾ ഇരിക്കണം. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാണ്, ഭൂമിയിൽ ഒട്ടും സമയമില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 2026 ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, ഭരണങ്ങൾ എന്തെല്ലാം മാറണം, നിയമങ്ങൾ എന്തെല്ലാം മാറണം, ഭരണ അധികാരികൾ എങ്ങനെയെല്ലാം മാറണം, ഈ ലോകം എങ്ങനെയെല്ലാം പോണു, ഈ ലോകം എതിര് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഒരു കൂട്ട ജനം ആരെ കാത്തിരിക്കുന്നു, നല്ല ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്നത് പോലെ ലോകത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ അന്തിക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരുണ്ട്. അവർ രാപ്പകൽ അവനക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളോ ബോധമില്ലാണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. അതുപോലെ നമ്മൾ അധ്വാനിച്ചാൽ കുറേ ആത്മാക്കളെ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് കർത്താവിനെ കുറിച്ച് ഒരു സുവിശേഷം പറയാൻ ഒരാൾക്ക് മടി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. 23 വയസ്സിരുന്ന ദൈവത്തെ അറിഞ്ഞോ. ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് ട്രാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർ രക്ഷിക്കപ്പെട്ട് ഇന്ന് ദൈവമക്കളായിട്ട് സഭയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ 46 വയസ്സായി.
എനിക്ക് പുറത്ത് പോയിട്ട് സുവിശേഷം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. കർത്താവേ, ഞാൻ ഇത്രയും 7 വട്ടം ബൈബിൾ വായിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുക എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലിങ്ങനെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് യൂട്യൂബിലൊക്കെ വന്നിട്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞോടാ, നീ കർത്താവിൻ്റെ വചന യൂട്യൂബിലൊക്കെ നീ ദൈവവചനം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു ഉണർവ്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വേദം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്ക് ഒരു തീഷ്ണത വേണം ദൈവമക്കളെ. ദൈവത്തിൽ ഹല്ലേലൂയ. ഒരാളുടെ സുവിശേഷം പറയാൻ നമുക്ക് കിട്ടിയത് മതി ഇവർക്ക് മറച്ചു വെച്ചിരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഏക്കറ കണക്കിൽ സ്ഥലമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആഡംബര കാറുണ്ടെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആഡംബര ബംഗ്ലാവ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾക്ക് പേരും പുകഴും ഉന്നതത്തിലുണ്ടെങ്കിൽ അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നുമേ കൊണ്ടുപോകാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് ഒന്ന് മാത്രം കൊണ്ടുപോകാൻ പറ്റും, ആത്മാക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടിയ ആ ആത്മാക്കൾ നമ്മളോടുകൂടെ സ്വർഗത്തിൽ അവരും ഉണ്ടാവും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വലിയ നേട്ടം. ഹല്ലേലൂയ. ഇത് നമ്മൾ പുറത്ത് പറയുമ്പോൾ ഇവൾക്ക് തലയ്ക്ക് പ്രാന്താണ്, വട്ടാണെന്ന് പറയും ആൾക്കാർ. ഒരു കുട്ടി ചോദിച്ചു, എന്തോ നാളെ ലോകം അവസാനിക്കുന്ന പോലെയല്ലേ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോക അവസാനം, കർത്താവിൻ്റെ വരവ് എല്ലാം അടുത്തു. ദൈവമക്കളെ, നമ്മൾ ഉണർന്നിരിക്കണം. സ്തോത്രം. ഇന്ന് വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച ക്രമിക്കാൻ സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആമേൻ.